Greetings to you all in the sweet name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. As we come to another week, beginning of another week, we all acknowledge that the Lord has been with us. മറ്റൊരു ദിവസം ആഴ്ചയുടെ ആരംഭത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റുപറയുവാനായിട്ട് കഴിയും, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. He has been protecting each one of us and providing everything that we need in our lives. നമ്മെ ഓരോരുത്തരെയും അവൻ സൂക്ഷിച്ചു പരിപാലിച്ചു നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെയും അവൻ നൽകി തന്നു. We don't have any birthday celebrants for the week. ഈ ആഴ്ചയിലെ ബർത്ത്ഡേ സെലിബ്രൻസ് ആയിട്ട് ആരും തന്നെ ഇല്ല. Let me take you to the word of God for the day. ഇന്നത്തെ ദൈവവചന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. It's from Matthew chapter 6 verses 25 following. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. A passage which is very familiar to many of us. നമുക്കൊക്കെയും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണത്. And as I see this segment starts from verse 19. ഞാൻ ഈ ഭാഗം കാണുമ്പോൾ 19 മുതൽ അത് ആരംഭിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. Where Jesus is building up to tell his disciples and to the generations to come how to overcome the worry which is by default any human being faces in his life. തന്റെ ശിഷ്യന്മാരോടും ഇനി വരുവാൻ പോകുന്ന വിശ്വാസികളുടെ തലമുറയോടും യേശുക്രിസ്തുവോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ആകുലതകളെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കുവാൻ കഴിയും. Worry is something that is part and parcel of everybody's life. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ എപ്പോഴും കാണുന്നതായ ഒരു ഭാഗം തന്നെയാണ് ആകുലതകൾ എന്ന് പറയുന്നത്. And it is not the maturity of the person, but there are several other factors by which he handles these worries in life. ഈ ആകുലതകളെ ജീവിതത്തിൽ അവൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അവന്റെ ജീവിതത്തിലെ പക്വതയുടെ ഭാഗമായിട്ടല്ല, മറ്റനവധി ഘടകങ്ങളെ അടിസ്ഥാനപ്പെട്ടാണ് ഇരിക്കുന്നത്. Circumstances and reasons for worry is there for everybody. സാഹചര്യങ്ങളും കാരണങ്ങളും ജീവിതത്തിൽ ആകുലതകൾ ഉണ്ടാകുവാൻ എല്ലാവരോടും കൂടെയുണ്ട്. But look at how Jesus tells us how to handle this worry. എന്നാൽ യേശുക്രിസ്തു നമ്മോട് എങ്ങനെയാണ് ഈ ആകുലതകളെ നാം കൈകാര്യം ചെയ്യുന്നത് എന്ന് വിശദീകരിച്ച് നിൽക്കുന്നത് നോക്കുക. Sometimes we look at this passage where Jesus just says, I do not want you to be worried about life. നാം ഈ ഭാഗത്തെ നോക്കുമ്പോൾ ചിലയിടത്ത് യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ ജീവിതത്തിൽ കലങ്ങിപ്പോകരുത്, ആകുലപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. It is not just a statement that he is making to us. നമ്മോട് ചെയ്യുന്ന കേവലം ഒരു പ്രസ്താവന മാത്രമല്ല അത്. But then it's much more than that what Jesus says. എന്നാൽ യേശു നമ്മോട് പറയുന്നത് അതിലധികം വളരെയധികം വലിയതായ കാര്യങ്ങളാണ്. Let me build the context to my passage. ഞാൻ പറയുവാൻ പോകുന്നതായ ഈ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരാം. Now if you look from verses 19 to 21, he says, lay your treasures up in heaven. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവൻ പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ സ്വർഗ്ഗത്തിലായിരിക്കണം. You should not focus on what you accumulate in this earth. ഈ ഭൂമിയിൽ നിങ്ങൾ എന്ത് നേടിയെടുക്കുന്നു എന്നുള്ളതിലായിരിക്കരുത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. I would surely come to this passage at the end of my sermon. ഞാൻ എൻ്റെ സന്ദേശത്തിന്റെ അവസാനത്തെ ഞാൻ ഈ ഭാഗത്തേക്ക് തീർച്ചയായിട്ടും മടങ്ങി വരും. And then in verse 22 and 23 he says, keep watch, be cautious as to what your eye falls on. 22-23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ ഏതിന്മേൽ പതിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. You know, you have come into this sanctuary several times in the past years. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ദേവാലയത്തിൽ നിങ്ങളൊക്കെയും അനവധി പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. But I want to tell you, there are still things and areas which you haven't seen in this sanctuary. എന്നാൽ ഈ ദേവാലയത്തിനുള്ളിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതായ ഭാഗങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം. I am just talking of within these four walls there are things that you have not noticed. ഞാൻ പറയുന്നത് ഈ 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്. We usually notice those things which interests us. നമുക്ക് എന്തിനോട് താല്പര്യമുണ്ടോ ആ കാര്യങ്ങളെയാണ് നാം പലപ്പോഴും കാണുന്നതോ അല്ലെങ്കിൽ നോക്കുന്നത്. When Jesus is saying be watchful of what your eye falls on, he is saying that be watchful of what goes as an input into your minds. നിങ്ങളുടെ കണ്ണുകൾ ഏതിന്മേൽ പതിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം
നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്തിന്മേലായിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ വളരെ You സൂക്ഷ്മതയുള്ളവരായിരിക്കും. may see something but should not dwell on it. നിങ്ങൾ ഒരു പക്ഷേ ചിലത് കാണുവാൻ ഇടയാകും, എന്നാൽ അതിന്മേൽ നിങ്ങളുടെ ആശ വെക്കുവാൻ ഇടയാകരുത്. You may notice something but don't dwell on that place. നിങ്ങളെ ചില കാര്യങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിക്കുവാൻ ഇടയാകി തീരുമെന്നാൽ അതിലായിരിക്കരുത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. Understand, you need wisdom to know that if you dwell on that, it will influence your inner man and that would be disastrous. നിങ്ങൾ മനസ്സിലാക്കണം, പരിജ്ഞാനത്തോടുകൂടി അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യത്തിന്മേൽ ശ്രദ്ധ വെക്കും തോറും നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ പൂർണ്ണമായും അതിന്മേൽ ആശ്രയിപ്പാനായിട്ട് ഇടയായിത്തീരും. He also says in verse 24 and 24 that we make God as the master of your life. 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ദൈവത്തെ ആയിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ യജമാനനായി നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത്. You cannot have two masters in your life. നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. He uses the word mammon in this verse. ഈ ഭാഗത്ത് മാമോൻ എന്ന് പറയുന്ന പദം താൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. A Syriac word for riches and wealth in your life. നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തുകളുടെയും ധനത്തെയും കാണിക്കുന്ന ഒരു സുറിയാനി പദമാണത്. So Jesus says that it can become deified object which you may start worshipping. നിങ്ങൾ യേശു പറയുന്നതിന്റെ അർത്ഥം ചില കാര്യങ്ങളെ നിങ്ങൾ ദൈവികമായി കണ്ട് അതിനെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്. This is in contrast to the God whom you should be worshipping. അത് നീ യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ട ദൈവത്തിന് പ്രതികൂലമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. You may end up getting distracted to worship and deify the objects that this God would provide in your life. നിന്റെ ജീവിതത്തിൽ ദൈവം തന്നതായ ചില കാര്യങ്ങളിന്മേലെ നീ ദൈവികമായി കണ്ട് അതിനെ ആരാധിക്കുന്ന ഒരു അനുഭവം. So you begin to get distracted from those things. അത്തരം കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നെ മറ്റിടങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ ഇടയായി. So when Jesus is saying that don't acquire treasures in this world, is he saying that we should not have anything in this world? ഈ ലോകത്തിൽ നിങ്ങൾ നിക്ഷേപം സമാഹരിക്കരുത് എന്ന് ദൈവം പറയുമ്പോൾ, യേശു പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ ലോകത്തിൽ ഒന്നും നേടിയെടുക്കേണ്ട എന്നല്ല. How do we live our tomorrow in this earth? ഈ ഭൂമിയിൽ നമ്മുടെ നാളുകൾ നാം എങ്ങനെയായിരിക്കും ചെലവഴിക്കുന്നത്? How would we provide for our food and our basic necessities? നമ്മുടെ ഭക്ഷണത്തിനും നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾക്കും വേണ്ടി നാം എങ്ങനെയായിരിക്കും കരുതുക? How can we keep not worrying from these things? ഈ കാര്യങ്ങളെ ഓർത്ത് നാം എങ്ങനെയാണ് ആകുലപ്പെടാതിരിക്കുവാൻ കഴിയുന്നത്? Jesus from verse 25 is addressing this crucial issue. 25 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യേശു അവിടെ അതിനോടുള്ള പ്രതികരണമാണ് ചെയ്യുന്നത്. I see that what Jesus has started talking in verse 19, he continues till verse 34. 19 വാക്യത്തിൽ യേശു സംസാരിക്കുവാൻ ആരംഭിച്ച കാര്യം 34 വാക്യം വരെയും യേശു അവിടെ തുടരുന്നു. He talks of several things why we should not be worried. നാം എന്തുകൊണ്ടാണ് വ്യാകുലപ്പെടരുത് എന്ന് പറയുന്നതിന്റെ നിരവധി കാരണങ്ങൾ യേശു പറയുന്നുണ്ട്. And I would try to derive two basic principles why Jesus says we should not be worrying. നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ ഉണ്ടാകരുതെന്ന് യേശു പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായി താൻ ഉപയോഗിക്കുന്ന രണ്ട് ആശയങ്ങൾ, രണ്ട് തത്വങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. First of it, Jesus says, have faith in God's providence. ദൈവത്തിന്റെ കരുതലുകളിൽ നിങ്ങൾ പൂർണ്ണമായും ആശ്രയമുള്ള ഒരു വിശ്വാസമുള്ളവരായിരിക്കണം. I like that Malayalam word karudala. His providence is always available for us. ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് വേണ്ടി എപ്പോഴും ലഭ്യമാണ്. That is the protective nature of our God. നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവമാണത്. That is the sustaining power of God. നമ്മെ നിലനിർത്തുന്ന ദൈവത്തിന്റെ ശക്തിയാണത്. Our God, unlike other religious gods, there is not a God who creates, there is not a God who sustains, there is not a God who destroys. മറ്റ് മതങ്ങളിൽ കാണുന്നത് പോലെ സൃഷ്ടിക്കുന്ന ഒരു ദൈവം, പരിപാലിക്കുന്നത് വേറൊരു ദൈവം, നശിപ്പിക്കുന്നത് വേറൊരു ദൈവം, അങ്ങനെയല്ല നമ്മുടെ ദൈവം. But our God, when he is a creator God, he is not a watchmaker God that he manufactures and leaves it into your hands to sustain it. സൃഷ്ടാവായ ദൈവം എന്ന് നമ്മുടെ ദൈവത്തെ പറ്റി പറയുമ്പോൾ ഒരു വാച്ച് നിർമ്മാതാവിനെ പോലെ അവൻ അത് സൃഷ്ടിച്ച് നിന്റെ ആവശ്യത്തിനായിട്ട് തന്നിട്ട് അതിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല. He is a God who is a creator God and a sustainer God who provides
and protects what he has created. സൃഷ്ടാവായ ദൈവം അവനായിരിക്കുമ്പോൾ തന്നെ താൻ സൃഷ്ടിച്ചതിനെ നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു പരിപാലകനായ ദൈവം കൂടിയാണ് അവൻ. In verse 25 he says, therefore I say unto you, do not worry about your life. അതുകൊണ്ട് 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് നിങ്ങൾ ആകുലപ്പെടരുത്. You know, the word worry means, in its very root meaning, means distracted. ആകുലത, വറി എന്ന് പറയുന്നതിന്റെ മൂലപദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചിന്തകളെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവത്തെ പറ്റി. You know, it's a state of mind where you get distracted from things where you should be primarily focusing in life. നീ പ്രാഥമികമായി മുൻഗണന കൊടുക്കേണ്ട, ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് നിന്റെ മനസ്സിനെ അകറ്റുന്നവയാണ് വറികൾ. So Jesus is saying, things that you need to sustain your life, don't get bothered with that. നിന്റെ ജീവിതത്തെ നിലനിർത്താൻ നിനക്ക് ആവശ്യമായ കാര്യങ്ങളെ പറ്റി ഓർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. Your food, clothing and your shelter should not distract you from the primary focus in your life. നിന്റെ ഭക്ഷണം, നിന്റെ വസ്ത്രം, നിന്റെ താമസിക്കുവാനുള്ളതായ ആവശ്യങ്ങൾ, ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ പ്രാഥമിക മുൻഗണന കൊടുക്കേണ്ട കാര്യത്തിൽ നിന്ന് നിന്നെ അകറ്റുവാൻ ഇടയാകരുത്. You know, there is a incident that we read in Luke chapter 10 38 to 42. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ഒരു കാര്യം വായിക്കുന്നുണ്ട്. There in his ministry Jesus is walking into a village. തന്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ യേശു ഒരു ഗ്രാമത്തിലേക്ക് കടന്നുപോയി. And that village, I mean, there is only one recognized person which Luke mentions, says that Martha came to welcome him into the village. ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ പേരെടുത്ത് പറഞ്ഞു ലൂക്കോസ് പറയുന്ന ഒരു വ്യക്തി മാർത്തയെ പറ്റി മാത്രമാണ് മാർത്ത യേശുവിനെ സ്വീകരിക്കുവാനായി കടന്നു. As if in that house where Jesus went, there were nobody else, but Martha was the one who calls the shot, came and welcomed Jesus into the house. യേശു കടന്നുപോയ ആ ഭവനത്തിൽ മറ്റാരും ഇല്ലാത്തതുപോലെ മാർത്ത മാത്രം അവിടെ താമസിക്കുന്നത് പോലെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മാർത്ത കടന്നു വന്ന് യേശുവിനെ സ്വീകരിച്ചു. And then she gets busy with hospitality, providing for Jesus and his disciples. എന്നാൽ യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷണവും ആതിഥേയത്വവും കൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം തിരക്കുള്ളവളായി മാറി. But there is a difference of her attitude. അവളുടെ മനോഭാവത്തിനൊരു വ്യത്യാസമുണ്ടായി. You know, we do things for others, for the church, for the kingdom. നാം മറ്റുള്ളവർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യും. But we want to be noticed that we are the ones who are doing it. എന്നാൽ നാം അത് ചെയ്യുന്നതെന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയണമെന്ന് നാം ആഗ്രഹിക്കുന്നു. It's a Martha character. അത് മാർത്തയുടെ സ്വഭാവമാണ്. You know, Martha is calling upon Jesus, Lord, look at Mary sitting there and I am alone doing it for you. യേശുവിനോട് മാർത്ത പറയാണ്, മാർത്ത യേശുവേ നീ നോക്കുക, മറിയ അവിടെ വെറുതെ ഇരിക്കുന്നു, ഞാൻ മാത്രമാണ് ഈ കാര്യം ഓർത്ത് ഭാരപ്പെടുന്നത്. You know, I like the words in which Martha addressed Jesus. She says, Lord, you do not care that my sister has left me to do serving by myself. ഞാൻ തനിയെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് എൻ്റെ സഹോദരി എന്നെ ഇവിടെ ആക്കിയച്ചു പോയിരിക്കുന്നതിൽ കർത്താവേ നിനക്ക് വിചാരമില്ലയോ? You know, God is not caring that she has chosen to do something and God has left her alone to do that. അവൾ ചില കാര്യങ്ങൾ ചെയ്യുവാനായി തീരുമാനമെടുത്തപ്പോൾ അതേപ്പറ്റി ദൈവം ഭാരപ്പെടാതെ അവളെ കൊണ്ട് തന്നെ അത് ചെയ്യുവാൻ ദൈവം അനുവദിക്കുന്നു. Martha, that was your choice to do what you are doing. മാർത്തയെ നീ എന്ത് ചെയ്യാൻ തീരുമാനിച്ചത് നിന്റേതായ തീരുമാനമാണ്. And that is not lesser important in whatever is in standards. അത് ദൈവത്തിന്റെ മുമ്പാകെ ഒട്ടും തന്നെ പ്രാധാന്യം കുറഞ്ഞതല്ല. But then Jesus responds and says, Martha, Martha, you are worried and distracted by many things. എന്നിട്ട് യേശു പറയുകയാണ്, മാർത്തയെ നീ പല കാര്യങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്നു. You know, you are worried about doing what you have to be doing. നീ ചെയ്യുന്ന കാര്യത്തെ ഓർത്ത് നീ ഭാരപ്പെടുന്നു. At the same time you are distracted that Mary is doing something different and comfortable of sitting and listening only to Jesus. അതേ സമയത്ത് തന്നെ മറിയ യേശുവിന്റെ പാദപീഠത്തിൽ ആശ്വാസത്തോടുകൂടി ഇരിക്കുന്ന കാര്യവും ഓർത്ത് നീ ഭാരപ്പെടുന്നു. But then there is only one thing that matters, Martha.
മാർത്തയെ എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ കാര്യമായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. For Mary has chosen the good part which shall not be taken away from her. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് ആരും അവളുടെ പക്കൽ നിന്ന് അപഹരിക്കുകയില്ല. Do you know, Martha, there are other people who can do what you are doing. മാർത്തയെ, നിനക്കറിയാമോ, നീ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റു പലർക്കും കഴിയും. But what Mary is doing, nobody else can do it for Mary. എന്നാൽ മറിയ ചെയ്യുന്ന കാര്യം മറിയയ്ക്ക് വേണ്ടി വേറെ ആർക്കും ചെയ്യുവാൻ കഴിയുകയില്ല. She has to sit and learn at my feet which nobody else can do for her. അവൾ എന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവൾക്ക് വേണ്ടി പഠിക്കുന്നത് അവൾക്ക് വേണ്ടി പഠിക്കുവാൻ മറ്റാർക്കും കഴിയില്ല. Because for me, food and drinks doesn't matter at all. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണവും താമസവും അത് എന്റെ ഒരു പ്രശ്നമല്ല. Because I know the Father who has sent me into this world will take care of my affairs in this world. കാരണം എനിക്കറിയാം, എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച എന്റെ പിതാവ് ഇവിടുത്തെ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ശക്തനാണ്. Let me go ahead. Jesus gives 4 arguments why we should not be worried, rather having faith in God's providence. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഞാൻ പറയാം, നാം എന്തുകൊണ്ട് ഭാരപ്പെടരുത്, എന്തുകൊണ്ട് ദൈവത്തിന്റെ കരുതലുകളിൽ വിശ്വാസമുള്ളവരായിരിക്കണം എന്നുള്ളതിന് 4 കാരണങ്ങൾ യേശു പറയുന്നുണ്ട്. Let me repeat myself. He says, do not worry on one side. യേശു ഒരു ഭാഗത്ത് പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടരുത്. At the same time, you should have faith in God's providence. രണ്ടാമത്, അതേ സമയം തന്നെ ദൈവത്തിന്റെ കരുതലുകളിൽ നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കണം. That is only way for you to win over the worries in your life. നിന്റെ ജീവിതത്തിലെ ആകുലതകളെ നീ അതിന്റെ മേൽ വിജയം നേടുവാൻ അത് മാത്രമാണ് നിനക്ക് മാർഗമുള്ളത്. Let me quickly take you through these 4 arguments that Jesus puts here. യേശു അവിടെ വെക്കുന്നതായ 4 ആർഗ്യുമെന്റ്സ് ഞാൻ നിങ്ങളോട് പറയാം. Is not life and body more important than food and clothing? ഭക്ഷണത്തെക്കാളും ഉടുപ്പിനേക്കാളും ശരീരത്തെക്കാളും ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? You know, it's in verse 25. അത് 25ാമത്തെ വാക്യമാണ്. You know, he says that there are things that you should be giving more importance in your life. നിന്റെ ജീവിതത്തിൽ നീ അധികം പ്രാധാന്യം കൊടുക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. What you should be giving importance is for the life and the body. നീ പ്രാധാന്യം കൊടുക്കേണ്ടത് ജീവനും ശരീരത്തിനുമാണ്. I mean, the life that he talks about is more about the eternal life. ജീവനെ പറ്റി അവൻ പറയുമ്പോൾ നിത്യമായ ജീവനെ പറ്റിയാണ് അവൻ പറയുന്നത്. It's not the sustenance of the life that we have today. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യത്തെ പറ്റി അല്ല അവൻ പറയുന്നത്. Because we all know that the breath that we have taken, we don't have any control to exhale the air that we have inhaled. നമുക്ക് എല്ലാവർക്കും അറിയാം, നാം അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വിടുന്നതിന്റെ മേൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. I mean, it is God who controls it. Bible says that he has set the limits for every individual. അത് നിയന്ത്രിക്കുന്നത് ദൈവമാണ്. സകല മനുഷ്യരുടെ മേലും അവൻ നിയന്ത്രണങ്ങൾ വെച്ചിരിക്കുന്നു, പരിമിതികൾ വെച്ചിരിക്കുന്നു എന്നാണ് വേദപുസ്തകം But it is for us to choose what we do to make our eternal life secure. എന്നാലും നമ്മുടെ നിത്യമായ ജീവൻ സുരക്ഷിതമായിരിക്കണം എന്നുള്ളതിന്മേൽ അത് തീരുമാനിക്കുന്നത് നാം ഓരോരുത്തരുമാണ്. And on what do we provide to our body? നമ്മുടെ ശരീരത്തിന് നാം എന്താണ് നൽകി കൊടുക്കുന്നത്? I mean, how does it input into our life? അതെങ്ങനെയാണ് നമ്മുടെ ജീവന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്? What is it that influences our mind and our heart? നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Informations that we expose ourselves. നാം നമ്മെ തന്നെ എക്സ്പോസ് ചെയ്യുന്നതായ ഭൗമികമായ കാര്യങ്ങൾ. The avenues where we tread on thinking that it will not harm us at all. എനിക്ക് ഉപദ്രവകരമായി തീരുകയില്ല എന്ന് വിചാരിച്ച് നാം മുന്നോട്ട് കടന്നു പോകുന്ന ചില വഴികൾ. I mean, those are the things that we should be careful about. അവയെ പറ്റിയാണ് നാം ഏറ്റവും സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടത്. It is not about what we eat, what we wear and where we stay. അത് ഒരിക്കലും നാം എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, എവിടെ താമസിക്കും എന്നുള്ള കാര്യങ്ങളിലല്ല. But unfortunately, our whole focus is towards these things which are so temporal. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമുക്കെപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തികച്ചും താൽക്കാലികമായ ഇത്തരം കാര്യങ്ങളിലാണ്. So Jesus is asking in a way, who takes care of your life? അതുകൊണ്ട് യേശു ഒരർത്ഥത്തിൽ ചോദിക്കുകയാണ്, നിന്റെ ജീവനെ പറ്റി
കരുതുന്നത്, അതിനെ സൂക്ഷിക്കുന്നത് ആരാണ്? Who provides for your livelihood? Who provides for your body? നിന്റെ ശരീരത്തിന് വേണ്ടത് നൽകി തരുന്നത്, നിന്റെ ജീവന് വേണ്ടത് നൽകി തരുന്നത് ആരാണ്? So the obvious answer is God takes care of all of these things. തീർച്ചയായും അതിന്റെ മറുപടി എന്ന് പറയുന്നത് അതൊക്കെയും നമ്മുടെ ദൈവമാണ് അത് കരുതുന്നത്. You know, Jesus is focusing or pointing to a fact that if God has created life in us, He is good enough to provide everything in our life. യേശു ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമുക്ക് ജീവൻ നൽകി തന്നത് ദൈവമാണെങ്കിൽ അതിനെ നിലനിർത്തുവാൻ ആവശ്യമായി നൽകി തരുന്നത് അവൻ തന്നെയാണ്. It is He who has breathed this life into us. അവനാണ് അവന്റെ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് ഊതിയത്. He can take it out of us without we knowing, without asking our choice. He can take it out of our body. നാം അറിയാതെ അല്ലെങ്കിൽ നമ്മോട് ചോദിക്കാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് എടുത്തു കളയുവാൻ അവന് കഴിയും. Won't He sustain us is what Jesus is asking. അവൻ നമ്മെ തീർച്ചയായും നിലനിർത്തുകയില്ലയോ എന്നാണ് യേശു ചോദിക്കുന്നത്. A writer by name Barnes made a wonderful statement. ബാൺസ് എന്നറിയപ്പെടുന്നതായ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. I read it out to you. ഞാനത് വായിക്കട്ടെ. He who displayed so great goodness as to form the body. ശരീരം രൂപപ്പെടുത്തുന്നതില് വലിയ നന്മ പ്രകടിപ്പിച്ചവൻ. Breath into it the breath of life. അതിന്റെ ഉള്ളിലേക്ക് ജീവന്റെ ശ്വാസം ശ്വസിച്ചവൻ. Will surely follow up with the blessings. ആ അനുഗ്രഹത്തിന്റെ തുടർച്ചയായത് അവൻ തീർച്ചയായും നൽകി തരും. And confer the smaller favor of providing that the body be clothed and the life be preserved. ശരീരത്തിന് വസ്ത്രധാരണവും ജീവന്റെ സംരക്ഷണത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ അവൻ അതിന് തുടർച്ചയായിട്ട് തീർച്ചയായും നൽകി തരും. He will provide it. അവൻ നൽകി തരും. It is not that we earn or we make it for us. അത് നാം നേടിയെടുക്കുമെന്നോ അല്ലെങ്കിൽ നാം സ്വയം ഉണ്ടാക്കിയെടുക്കുമോ എന്നോ അല്ല. Unfortunately, we live in a society where we think that we make everything possible in life. എന്നാൽ നാം താമസിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ ചിന്ത നാം സ്വയമാണ് ഇതൊക്കെയും ചെയ്തെടുക്കുന്നതെന്നാണ്. On one hand, we do thank God for having provided these things in our lives. ഒരു വശത്ത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നതിന് നാം ദൈവത്തോട് നന്ദി പറയും. But at the same time, they think that it is their hard work, it is their efforts that they have earned these things in their life. അതേ സമയം തന്നെ അവർ വിചാരിക്കുന്നു, അല്ലെങ്കിൽ നാം വിചാരിക്കുന്നു, നമ്മുടെ കഠിനാധ്വാനം, നമ്മുടെ ബലം കൊണ്ടാണ് നാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്തത്. The house where we stay, we think it is ours. നാം താമസിക്കുന്നതായ ഭവനം നാം വിചാരിക്കുന്നത് നമ്മുടേതാണ്. The jobs that we have, we think is ours. നമുക്കുള്ളതായ ജോലി നാം വിചാരിക്കുന്നത് നമ്മുടേതാണ്. Little we do not think that we have been praying and asking God to provide these jobs and these college admissions for us. എന്നാൽ ഈ ജോലി നൽകി തരുവാനും ഈ കോളേജിൽ അഡ്മിഷൻ നൽകി തരുവാനും ദൈവത്തോട് നാം പ്രാർത്ഥിച്ച ചെറിയ കാര്യങ്ങളെയൊക്കെ നാം മറന്നു പോകുന്നു. But after getting those things from the provider, we think we have made it in our lives. എന്നാൽ നമുക്ക് കരുതുന്നവനായ ദൈവത്തിൽ നിന്ന് ലഭിച്ചതിന് ശേഷം നാം ഒക്കെയും ചിന്തിക്കുന്നു അത് നാം സ്വയം നേടിയെടുത്ത ഒരു കാര്യമാണ്. And we flaunt it before other fellow human being to think that I am better off than you. അതിന്റെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിന്നേക്കാൾ മെച്ചമുള്ളവനാണെന്ന് കാണിക്കുവാനായി നാം ഒക്കെയും അത് പ്രദർശിപ്പിക്കുവാനായി ശ്രമിക്കുന്നു. Jesus uses the second aspect there, mentioning in verse 26. അതിന്റെ 26-ാം വാക്യത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം യേശുവോട് പറയുന്നുണ്ട്. Look at the birds of the air, are you not more valuable than they? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവയിലൊക്കെ നിങ്ങൾ വിലയേറിയവരല്ലയോ? He takes the example of birds to drive a point to us. നമ്മോട് ഒരു പ്രത്യേകമായ ആശയം അറിയിക്കുവാനായി യേശു ഇവിടെ പക്ഷികളെ ഒരു ഉദാഹരണമാക്കി പറയുകയാണ്. He says that there is a providential working in the nature that God has already fixed up. നമ്മുടെ പ്രകൃതിയിലെ കരുതുന്നവനായ ദൈവത്തിന്റെ പ്രകൃതിയിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. And in that providential care, these birds are being taken care. അപ്രകാരമുള്ള ദൈവത്തിന്റെ കരുതുന്നതായ ആ പദ്ധതിയില് ഈ പക്ഷികളെയും ഈ പറവകളെയും ദൈവം കരുതുന്നവനാണ്. In one of the world views where it's categorized a deistic world view, they think that God has created something and created like a watch that it would keep on functioning. ദൈവത്തെ പറ്റിയുള്ളതായ ഒരു ലോക ചിന്ത, ദൈവികത്വത്തെ പറ്റിയുള്ളതായ ഒരു ചിന്ത ഇപ്രകാരമുണ്ട്. ദൈവം
ഇവയൊക്കെയും സൃഷ്ടിച്ചു. എന്നിട്ട് ഒരു വാച്ചിനെ കീ കൊടുത്തു വെക്കുന്നത് പോലെ അതിനെ സ്വയം ഓടുവാനായി ദൈവം അനുവദിക്കുന്നു എന്നാണ്. But then they forget that this creator has created it in such a way that he still keeps control over it, and we call our God as a sovereign God in the universe. ഈ സകലം നിർമ്മിച്ചവനായ സൃഷ്ടിച്ചവനായ ദൈവം അതിൻ്റെ മേലെ നിയന്ത്രണമുള്ളവനാണ് എന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു. എന്നാൽ നാം നമ്മുടെ ദൈവത്തെ വിളിക്കുന്നത് പരമാധികാരിയായ ദൈവം എന്നാണ്. And so he is not a watchmaker God. അവനൊരു വാച്ച് നിർമ്മാതാവായ He ദൈവമല്ല. is constantly watching over his creation. തന്റെ സൃഷ്ടികളുടെ മേലെ തുടർച്ചയായി അതിന്റെ മേലെ കാത്തു സൂക്ഷിക്കുന്നവനായ ഒരു ദൈവമാണ്. He has made it with a system wherein there is a providential care being taken care for these birds. ഈ പറവകളെ അവൻ സൃഷ്ടിച്ചപ്പോൾ അവയെ കരുതുന്നതായ ഒരു പദ്ധതി കൂടി അവൻ അതിന്റെ മേലെ തയ്യാറാക്കി. And he points us in these verses that they are just living for their day. ഈ ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് അവ ജീവിക്കുന്നത് അവയുടെ അതാത് ദിവസങ്ങൾക്ക് വേണ്ടിയാണ് അവ ജീവിക്കുന്നത്. These birds are not guilty of overdoing what they are supposed to be doing. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അധികമായി ചെയ്യുന്നത് ഓർത്ത് ഭാരപ്പെടുന്ന ഒരു സ്വഭാവം ഈ പക്ഷികൾക്കില്ല. You know, I mean, Jesus talks about a rich fool man in Luke chapter 12. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ധനവാനായ ഒരു വിഡ്ഢിയായ ഒരു മനുഷ്യനെ പറ്റി യേശുവോട് പറയുന്നുണ്ട്. He overdid what he should be doing. താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആവശ്യത്തിലധികമായിട്ട് അവൻ ചെയ്തു. And then there was multiple results of what he had done. അവൻ ചെയ്തതിൻ്റെതായ പലവിധ രീതിയിലുള്ളതായ ഫലം അതിനുണ്ടായി. He brought it home and then he says, where do I store it? അവൻ അത് ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ചോദിക്കുകയാണ്, ഇതൊക്കെ ഞാൻ എവിടെ കരുതി വെക്കും? And his whole focus is, now I can eat, drink and be merry. ഇപ്പോൾ അവന്റെ മുഴുവൻ ശ്രദ്ധയുടെയും കേന്ദ്രം എന്ന് പറയുന്നത് എനിക്ക് ഭക്ഷിക്കാം, പാനം ചെയ്യാം, എന്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദിക്കാം. He doesn't need the provider for the next day. അടുത്ത ദിവസം ജീവിക്കുവാൻ എനിക്ക് വേണ്ടി കരുതുന്നവൻ എനിക്ക് ആവശ്യമില്ല. My future is secure. എന്റെ ഭാവി ഭദ്രമാണ്. I mean, nothing can change me. എന്നെ മാറ്റിമറിക്കുവാൻ ഒന്നിനും കഴിയില്ല. So I need not appeal to a supernatural being for my providence in my life. അതുകൊണ്ട് ഇനിയും എന്റെ ജീവിതത്തിലെ എനിക്ക് വേണ്ടി ആവശ്യമുള്ളതിന് വേണ്ടി പ്രകൃതിയാതീതനായ ഒരു ശക്തിയോട് എനിക്ക് ഇനി ചോദിക്കേണ്ട കാര്യമില്ല. Typical problem in a society where we live today. നാം ഇന്ന് താമസിക്കുന്നതായ സമൂഹത്തിലുമുള്ളതായ ഒരു പ്രശ്നമാണിത്. I mean, we live in a society of abundance of everything in life. സകലത്തിന് സമൃദ്ധിയുടേതായ ഉള്ളതായ അനുഭവമുള്ളതായ ജീവിതത്തിന്റെ ഒരു സമൂഹത്തിലാണ് നാം താമസിക്കുന്നത്. We need not be praying for our daily provisions in life. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിലെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. All that we need to pray is that we should not fall sick. നാം രോഗിയാകരുത് എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. And that prayer is not as intense as our forefathers prayed. ആ പ്രാർത്ഥന പോലും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥിച്ചതിനോളം ശക്തിയുള്ള പ്രാർത്ഥനയല്ല. Our forefathers prayed for daily healing and for the healing for the sickness that they had, because they didn't have the provision and resources to go to a hospital to be treated for. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദിനംതോറുമുള്ള രോഗസൗഖ്യത്തിന് വേണ്ടി രോഗത്തിന്റെ വലിയ രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അവർക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി രോഗസൗഖ്യം നേടുവാനുള്ളതായ ധനസമ്പത്തില്ലായിരുന്നു. So their appeal to God who can heal the sickness was much more intense than the world that we live today. അവർക്ക് രോഗസൗഖ്യം പ്രാപിപ്പാനായ ദൈവത്തോടുള്ളതായ പ്രാർത്ഥന നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേക്കാൾ ശക്തിയേറിയതാണ്. And God did heal their sicknesses. അവരുടെ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കുക തന്നെ ചെയ്തു. I am not condemning any of our prayers at all. നമ്മുടെ ആരുടെയും പ്രാർത്ഥനയെ ഞാൻ കുറ്റം വിധിക്കുകയല്ല. But what I mean is our prayers, the depth of it, the intensity of it, the scope of it has changed, my dear brothers and sisters. ഞാൻ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടേതായ ആഴം, അതിന്റെ ശക്തി, അതിൻ്റെതായ വലിപ്പം അതൊക്കെയും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. It's because we know that even if we fall sick, there is a system, there is an infrastructure into which we can depend upon for the treatment and for the pain to be taken care. കാരണം നമുക്കറിയാം, നാം രോഗിയായി തീർന്നു കഴിഞ്ഞാൽ തന്നെയും രോഗസൗഖ്യം നേടുവാൻ, വേദന മാറുവാനായി നമുക്ക് കടന്നു പോകാവുന്നതായ ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. Of course we do pray to our God. തീർച്ചയായും നാം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. Think of a set of people who don't have any of these reinforcements in their life, and their prayer, their appeal to a God who is a healer is much more deeper, and there God answers and he responds as healing their lives. എന്നാൽ ഈ സൗകര്യം ഒന്നുമില്ലാതിരുന്ന ഒരു കൂട്ടരെ പറ്റി ഓർക്കുക. ദൈവത്തോടുള്ളതായ
അവരുടെ പ്രാർത്ഥന, രോഗസൗഖ്യത്തിന് വേണ്ടി അവർക്കുള്ളതായിരുന്ന യാചന ശക്തിയേറിയതായിരുന്നു. തീർച്ചയായിട്ടും ദൈവം അതുകൊണ്ട് അവർക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തു. So Jesus says, even though there is a providential system that God has created for taking care of the birds of the sky, യേശു പറയുകയാണ്, ആകാശത്തിലെ പറവകളെ കരുതുവാനായി ദൈവം സൃഷ്ടിച്ചതായ ഒരു സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ തന്നെയും, but still you guys are much more precious to the Lord. എന്നാൽ അതിലൊക്കെയും നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ വിലയേറിയവരാണ്. You know why you are precious to the Lord? എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവ മുമ്പാകെ വിലയേറിയവരായത്? Disciples, your color or your background is not important to the Lord. നിന്റെ വർണ്ണമോ നിന്റെ പശ്ചാത്തലമോ ദൈവത്തിന്റെ മുമ്പാകെ ശിഷ്യന്മാരെ അതിന് പ്രാധാന്യം ഒട്ടും തന്നെ ഇല്ല. With what was your profession is not important to my Father God. നിന്റെ ജോലി, നിന്റെ പ്രൊഫഷൻ അതെന്താണെന്നുള്ളത് എന്റെ പിതാവിന് യാതൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. Your profession could be dirty fisherman. Your profession could be a white collared job of being a tax collector. Still my God cares for you. നിന്റെ പ്രൊഫഷൻ ഒരു പക്ഷേ ഒരു മുക്കുവനായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ചുങ്കക്കാരനെ പോലെയുള്ള ഒരു വെള്ളക്കോളർ ജോലി ആയിക്കൊള്ളട്ടെ, എന്റെ പിതാവിന് ഇത് രണ്ടും കാര്യമല്ല. And why he takes care of you, you know? എന്തുകൊണ്ടാണ് എന്റെ പിതാവ് നിങ്ങളെ കരുതുന്നത്? It is not looking at what you are worth. നിന്റെ വില എന്താണെന്ന് നോക്കിക്കൊണ്ടല്ല അവൻ അത് ചെയ്യുന്നത്. It is not looking at what you are potential of. നിന്റെ കഴിവ് എന്താണെന്നുള്ളത് നോക്കിയല്ല അവൻ അത് ചെയ്യുന്നത്. He takes care of you because when he looks at you, he sees the image of the triune God in you. എന്നാൽ അവൻ നിന്നെ കരുതുന്നതിന്റെ കാരണം അവൻ നിന്റെ മേലെ നോക്കുമ്പോൾ തൃത്വനായ ദൈവത്തിൻ്റെതായ ഒരു സാദൃശ്യവും സ്വരൂപവും നിന്നിൽ കാണുന്നുണ്ട്. To the New Testament believers, can I add another aspect to it? പുതിയ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടി പറയാം. You are precious because you have been redeemed by the blood of the Son Jesus Christ. നിങ്ങൾ വിലയേറിയവരായതിന്റെ കാരണം പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. You can never say God takes care of the birds much more than me. നിങ്ങൾക്ക് ഒരിക്കലും പറയുവാനായി കഴിയുകയില്ല, എന്നേക്കാൾ അധികമായി ദൈവം ആകാശത്തിലെ പറവകളെ കരുതുന്നു. He ensures that he sustains every being on the planet Earth. ഈ ഭൂമിയിലുള്ളതായ സകല മനുഷ്യരും അവരുടെ ജീവിതത്തിൽ അവർക്ക് ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ളത് ലഭ്യമാണ് എന്ന് അവൻ ഉറപ്പുവരുത്തുന്ന ദൈവമാണ്. But you know something that worries the Lord? എന്നാൽ ദൈവത്തിനെ ഭാരപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. You know, he values human being much more than anybody in the universe. ഈ പ്രപഞ്ചത്തിൽ മറ്റാരേക്കാളും മനുഷ്യ ജീവിതത്തിന് വില കൽപ്പിക്കുന്നവനാണ് ദൈവം. God is the creator of the insects to the biggest animal on the planet Earth. ഏറ്റവും ചെറിയ ഇൻസെക്ട്സ് മുതൽ ഈ ഭൂമിയിലുള്ളതായ ഏറ്റവും വലിയ മൃഗത്തെ വരെയും സൃഷ്ടിച്ചവനാണ് ദൈവം. You name the animals in the forest, God has created them. വനത്തിലുള്ളതായ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പേര് നീ പറയുക, ദൈവമാണ് അതിനെ ഉണ്ടാക്കിയത്. But of all the creation on this earth, എന്നാൽ ഈ ഭൂമിയിലുള്ള സകല മൃഗജാലങ്ങളെക്കാളും it is only a human being that worries about his survival on this earth. എന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രമാണ് എങ്ങനെ ഞാൻ മുന്നോട്ട് ജീവിക്കുമെന്ന് ഓർത്ത് ആകുലപ്പെടുന്ന വ്യക്തി. That gives us a glimpse of the ruin and wickedness that has crept into human mind because of the sin that has come. അത് നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും. ലോകത്തിൽ പാപം മൂലം മനുഷ്യ മനസ്സിൽ എപ്രകാരമാണ് ദുഷ്ടതകളും വക്രതകളും കടന്നു വന്നതെന്നുള്ളത് അത് വെളിപ്പെടുത്തുന്നു. That is the result of the sin and rebellion to the maker God. സൃഷ്ടാവായ ദൈവത്തോടുള്ള മത്സരവും പാപവുമാണ് അതിന്റെ ഫലമാണ് അത് സംഭവിച്ചത്. He attempts to create a parallel system on which he can depend upon for his survival. അവന് ഈ ഭൂമിയിൽ അവന് നിലനിൽക്കുവാൻ കഴിയേണ്ടതിന് അവൻ തന്നെ ഒരു പാരലൽ സിസ്റ്റം അവിടെ സൃഷ്ടിച്ചു. He thinks that my job can survive me. എന്റെ ജോലിക്ക് എന്നെ ദിനംതോറും സൂക്ഷിപ്പാൻ കഴിയുമെന്ന് അവൻ വിചാരിച്ചു. My car, my house gives me the dignity. അവൻ വിചാരിച്ചു എന്റെ കാറും എന്റെ ഭവനവുമാണ് എനിക്ക് വ്യക്തിത്വം തരുന്നത്. What my potential to give out things to people gives me the identity. മറ്റുള്ളവർക്ക് നൽകി കൊടുക്കുവാനുള്ളതായ എന്റെ കഴിവാണ് എനിക്ക് വ്യക്തിത്വം തരുന്നത് അവൻ ചിന്തിച്ചു. But let me tell you, these are rebellion to the maker God. എന്നാൽ ഞാൻ പറയട്ടെ, സൃഷ്ടാവായ ദൈവത്തോടുള്ള മാത്സര്യങ്ങൾ മാത്രമാണത്. And that's why Jesus asks a profound question in verse 27. അതുകൊണ്ടാണ് യേശു ഇവിടെ 27-ാം വാക്യത്തിൽ ഒരു പ്രത്യേകമായ ചോദ്യം ചോദിക്കുന്നത്. Can you grow simply by worrying? ആകുലപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും വളരുവാനായിട്ട് കഴിയും. Can you add your height? Can you do anything to your physical feature because you worry?
നീ ഭാരപ്പെടുന്നത് കൊണ്ട് നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ അല്ലെങ്കിൽ നിന്റെ ശരീരത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാൻ നിനക്ക് The കഴിയുമോ? problem with human being is മനുഷ്യരുടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, he thinks that he has been born in this planet Earth to fetch food and clothing. അവർ വിചാരിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ അവർ ജനിച്ചിരിക്കുന്നത് ഭക്ഷണവും വസ്ത്രവും നേടിയെടുക്കുവാനാണ്. But let me tell you, remind you this morning, brothers and sisters, our life is for something better than food, clothing and shelter. എന്നാൽ പ്രിയ സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭക്ഷണവും വസ്ത്രവും താമസവും എന്നുള്ളതിനേക്കാൾ വളരെ മേന്മയേറിയ മറ്റു ചിലതാണ്. We have to give priority to those things. ആ കാര്യങ്ങൾക്ക് നാം മുൻഗണന കൊടുക്കേണ്ടത് തീർച്ചയായും ആവശ്യമാണ്. And we should not just focus on what we eat, how we eat and where we eat. നാം എന്ത് കൊടുക്കും, എവിടെ ഉടുക്കും, എന്ത് കഴിക്കും, എവിടെ കഴിക്കും, എങ്ങനെ കഴിക്കും എന്നുള്ളതിനെയല്ല നാം ചിന്തിക്കേണ്ടത്. Don't allow situations that come in our life that would threaten our food, clothing and shelter to worry any bit of us. നമ്മെ ഭാരപ്പെടുത്തത്തക്ക രീതിയിൽ നമ്മുടെ ഭക്ഷണത്തെയും വസ്ത്രത്തെയും താമസത്തെയും അലട്ടുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകരുത്. And that's why Jesus is saying his final argument for that, consider the lilies, won't God provide for you also? അതുകൊണ്ടാണ് യേശു പിന്നെയോട് പറയുന്നത്, വയലിലെ താമരകളെ നോക്കുവിൻ, അവയ്ക്കും ആവശ്യമുള്ള ദൈവം നൽകി കൊടുക്കുന്നില്ല. They do not toil for their survival, അവരുടെ നിലനിൽപ്പിനായി അവർ ഒട്ടും അധ്വാനിക്കുന്നില്ല. but care is bestowed on them to survive. എന്നാൽ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ കരുതൽ അവരുടെ മേൽ ദൈവമാണ് നൽകി കൊടുക്കുന്നത്. They are not toiling for their survival, അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവർ അധ്വാനിക്കുന്നില്ല. but word of God adds another statement there, if you can notice into your scripture in verse 29. 29ാം വാക്യത്തിൽ നോക്കുമ്പോൾ അതിനോട് ചേർത്ത് ദൈവം ഒരു വാക്യം കൂടി ദൈവവചനം പറയുന്നു. I would rather read 28 and 29 to drive the point. 28 29 ഒരുമിച്ച് ഞാൻ വായിക്കാം. Why do you worry about clothing? Consider the lilies of the field, how they grow. They neither toil nor spin. Yet I say to you that even Solomon in his all glory was not arrayed in one of these. ഉടുപ്പിനെ കുറിച്ച് ആകുലപ്പെടുന്നത് എന്തിന്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. You know, they don't spin their fabric to be beautiful. അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി അവരുടെ വസ്ത്രം അവർ തന്നെ ഉണ്ടാക്കുന്നതല്ല. They don't make exclusive dresses to be different from others. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി കാണുവാനായി പ്രത്യേക വസ്ത്രം അവർക്ക് വേണ്ടി അവർ തന്നെ ഉണ്ടാക്കുന്നില്ല. They are content with what their creator God has provided for them. അവരുടെ ജീവിതത്തിൽ സൃഷ്ടാവായ ദൈവം അവർക്ക് എന്ത് നൽകി കൊടുത്തുവോ അതിൽ അവർ സംതൃപ്തരായിരുന്നു. The beauty that this lilies possess is not because of any effort of theirs. അവരുടെ ഈ വയലിലെ താമരകളുടെ സൗന്ദര്യം അവരുടെ സ്വന്തമായ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടല്ല. But still, look at what Jesus is pointing to. എന്നാൽ യേശുവിടെ പറയുന്നു, നോക്കുക, എങ്കിലും Solomon in all his glory was not arrayed like one of these. ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിൽ ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. A glorious king of Israel. ഇസ്രായേലിലെ ഏറ്റവും മഹത്വവാനായ രാജാവ്. Other kings used to come to his palace to see how his servants are lined up there. മറ്റ് രാജാക്കന്മാർ അവന്റെ രാജകൊട്ടാരത്തിലേക്ക് കടന്നു വന്ന ഇവൻ സംസാരിക്കുന്നത് എന്തെന്ന് കേൾക്കുവാനായി കടന്നു വരും. He had words of wisdom. പരിജ്ഞാനത്തിൻ്റെതായ വാക്കുകൾ അവനുണ്ടായി. He knew how to do things beautifully. എങ്ങനെ കാര്യങ്ങൾ മനോഹരമായി ചെയ്യണമെന്ന് അവനറിയാം. But Jesus says it cannot be compared with the beauty of the lily in the field. എന്നാൽ യേശു പറയാണ്, അവന് പോലും വയലിലെ താമരയോളം സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. If God can do that to the lily of the valley, would he not clothe you with the best of the clothes? വയലിലെ താമരയ്ക്ക് വേണ്ടി ദൈവത്തിന് അങ്ങനെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിനക്ക് ഏറ്റവും മെച്ചമായ വസ്ത്രം നൽകി തരുവാൻ അവന് കഴിയുകയില്ലയോ? You know, we get so anxious about some of these things in our lives. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഓർത്ത് നാം ഒക്കെയും പലപ്പോഴും ഭാരപ്പെടും. When we are deprived of these things or we don't manage to get these things, we are so worked up about it. നമ്മുടെ ജീവിതത്തിൽ ഇത് ലഭിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ പലപ്പോഴും അത് നമ്മെ ഭാരപ്പെടുത്തും. I have met people who said, I could not go to Sunday church today.
എനിക്ക് ഇന്ന് ഞായറാഴ്ച ഇന്ന് സഭായോഗത്തിന് കടന്നു പോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. When I asked sister, why couldn't you make it to church? ഞാൻ ചോദിച്ചു, സഹോദരി എന്തുകൊണ്ടാണ് നിനക്കത് കഴിയാത്തത്? And she said, I have been attempting, I'm not talking of this church, please. I have been trying to braid my hair from Saturday, but Sunday morning I messed up everything. I was not confident enough to go to the church. താൻ പറയുന്നു, ഞാൻ ശനിയാഴ്ച മുതലേ ഞാൻ എൻ്റെ തലമുടി ശരിയാക്കുവാൻ ശ്രമിച്ചതാണെന്നാൽ ഞായറാഴ്ച രാവിലെ നോക്കിയപ്പോൾ എല്ലാം മോശമായിരിക്കുന്നു, എനിക്ക് സഭയിലേക്ക് പോകുവാൻ ഒരു ധൈര്യമില്ല. I have given my clothes for dry cleaning and Saturday that guy didn't open the shop, so I don't have a pair of clothes to go on a Sunday morning. ഞാൻ എൻ്റെ തുണി ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു, ശനിയാഴ്ച അവൻ കട തുറന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സഭായോഗത്തിന് പോകുവാനായിട്ട് നല്ല തുണിയില്ല. What a silly reason for not going to the presence of God. ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ കഴിയാതിരിക്കുന്നതിന് നൽകിക്കൊടുക്കുന്ന എത്രയോ മോശമായ ഒരു കാരണം. Can you see the priority in their lives? അവരുടെ ജീവിതത്തിലെ മുൻഗണനകൾ എന്തെന്ന് നോക്കുക. Are they in the sanctuary to worship the Lord or to flaunt what they have in their lives? അവർ കടന്നു വരുന്ന ദേവാലയത്തിൽ കടന്നു വരുന്ന ആരാധിക്കുവാനോ അതോ അവർക്കുള്ളത് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുവാനോ? You know, this human being is destined to live in eternity. ഈ മനുഷ്യൻ നിത്യതയിൽ ജീവിക്കുവാനായി നിയമിക്കപ്പെട്ടവനാണ്. Are we worrying for these petty matters in our lives? ഈ ചെറിയ കാര്യങ്ങളെ ഓർത്താണോ നമ്മുടെ ജീവിതത്തിൽ നാം ഭാരപ്പെടുന്നത്? I mean, is our faith so less that God cannot take care of us? നമുക്ക് ദൈവം നമ്മെ കരുതുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ നമ്മുടെ വിശ്വാസം അത്രയും ചുരുങ്ങിപ്പോയോ? The God who has promised to take care of you till the end of the world, can't we bank on his promises? ലോകാവസാനത്തോളം നിനക്ക് വേണ്ടത് കരുതിക്കൊള്ളാമെന്ന് പറഞ്ഞതായ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയില്ലയോ? So Jesus, let me summarize what Jesus said about providence. ഇവിടെ കരുതലിനെ പറ്റി യേശു പറഞ്ഞതിനെ ഞാൻ ചുരുക്കി പറയാം. Do not worry about food and clothing in your life. നിന്റെ ജീവിതത്തിലെ ഭക്ഷണങ്ങളെയും വസ്ത്രത്തെയും ഓർത്ത് നീ ഭാരപ്പെടരുത്. You know, people without God are also worrying about these things. ദൈവമില്ലാത്തവർ ഇത് ഓർത്ത് ഭാരപ്പെടാറുണ്ട്. And they are also worrying about these very many things. ഇതേ കാര്യങ്ങളെ പറ്റിയാണ് അവർ ഭാരപ്പെടുന്നത്. And so what is the difference of you whom I have promised that I will take care of you? അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളാമെന്ന് പറഞ്ഞ നിനക്ക് അവരിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? You know, we have to develop our trust in God's providences in our life. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ദൈവത്തിന്റെ കരുതലുകളിൽ നമ്മുടെ ആശ്രയം നാം അത് വളർത്തിക്കൊണ്ടേയിരിക്കണം. He has an ability and he has a willingness to provide for his children. നാം തന്റെ പൈതങ്ങൾക്ക് വേണ്ടി നൽകി തരുവാനുള്ളതായ ശക്തിയും അതിനുള്ള മനസ്സും നമ്മുടെ ദൈവത്തിനുണ്ട്. And that is the God whom we are worshipping. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. But the promises of providence of God is conditioned in our willingness. എന്നാൽ ദൈവത്തിന്റെ കരുതലിനെ പറ്റിയുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള There is a response that God expects from us. നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു മറുപടിയുണ്ട്. God's providence is all ready and set out there. ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് വേണ്ടി തയ്യാറായി അവിടെ അതിന്റെ സ്ഥലത്തിരിക്കുന്നു. That is where I want to bring my second principle that Jesus talks about here. അവിടെയാണ് യേശു ഇവിടെ പറയുന്നതായ രണ്ടാമത്തെ ആശയം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. First he says, have faith in God's providence. ഒന്നാമത് അവൻ പറഞ്ഞു, ദൈവത്തിന്റെ കരുതലുകളിൽ നീ വിശ്വാസമുള്ളവനായിരിക്കണം. And secondly he is saying, make God the number one priority in your life. രണ്ടാമത് അവൻ പറയുകയാണ്, ദൈവമായിരിക്കണം നിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ മുൻഗണന. Brothers and sisters, I may sound very silly and very basic on this. ഈ കാര്യം ഞാൻ പറയുമ്പോൾ വളരെ അടിസ്ഥാനപരമായ വളരെ നിസ്സാരമായ കാര്യമാണ്. But when I was meditating on this portion, this is what powerfully came upon me. എന്നാൽ ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മേലെ ശക്തിയോടെ കടന്നു വന്ന ഒരു ഭാഗമാണ്. We may be worshiping the Lord. നാം ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. When worship songs are going, we become ecstatic and emotional about it. ആരാധനാഗാനങ്ങൾ വരുമ്പോൾ നാം അതിലെ വളരെയധികം വികാരഭരിതരായി ആരാധിക്കാറുണ്ട്. We may be attending all the prayer services. എല്ലാ പ്രാർത്ഥനകളും നാം പങ്കെടുക്കാറുണ്ട്. We may be on the online Zoom and prayer line services. നാം സൂമിലും പ്രയർ ലൈൻ സർവീസിലും ഒക്കെ നാം ഓൺലൈനിൽ Only God knows if our attendance is there and we are not there. ദൈവത്തിന് മാത്രമേ അറിയാവൂ നമ്മുടെ അറ്റൻഡൻസ് അവിടെ ഉണ്ടെങ്കിൽ നാം അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം. But then that is not our problem. We individually know that. അത് ഞാനത് പൊതുവായ കാര്യമല്ല, നമ്മുടെ വ്യക്തിപരമായ കാര്യമല്ല, ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. But even if we do all these things, എന്നാലും നാം എല്ലാവരും അതൊക്കെയും ചെയ്യുന്നുണ്ടെങ്കിലും visibly we are there religiously in all these aspects.
പുറമേ കാണുമ്പോൾ അല്ലെങ്കിൽ മതപരമായി നോക്കുമ്പോൾ നാം ഈ കാര്യങ്ങളിലൊക്കെയും വളരെ പ്രവർത്തിക്കുന്നവരാണ്. But the question that I want to ask you is God still priority number 1 in your life? എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ള ചോദ്യം, നിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ മുൻഗണന ഇപ്പോഴും ദൈവം തന്നെയാണോ? That is how you can win over the worry in your life. നിന്റെ ജീവിതത്തിലെ ആകുലതകളുടെ മേൽ നീ വിജയം നേടുന്നത് അങ്ങനെ മാത്രമാണ്. We got to ask this question to ourselves. ഈ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു Are we ചോദ്യമാണ്. seeking the kingdom of God and his righteousness as a priority in our life? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുന്നത് ഒരു ഒന്നാമത്തെ മുൻഗണനയാണോ? I mean, let me list out a few things how we can do this in our lives. നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. You know, serving God instead of Mammon. ദൈവത്തെ സേവിക്കുക, മാമോന് പകരം ദൈവത്തെ സേവിക്കുക. You know, Mammon has become a kind of deified being object in our lives. മാമോൻ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ സ്ഥാനം നേടിയെടുത്തിരിക്കുന്ന ഒരു കാര്യമായി മാറി. You know, when I say this to you, ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ I know at least 3 outstanding people in India. ഇന്ത്യയിലുള്ളതായ 3 വ്യക്തികളെ പറ്റി എനിക്ക് ഓർമ്മയുണ്ട്. You know, I know of an individual, I won't name his name. He was the director for a group of companies. ഞാൻ ഒരു വ്യക്തിയുടെ പേരെടുത്തൂടെ പറയുന്നില്ല, ഒരു കൂട്ടം കമ്പനികളുടെ ഒരു ഡയറക്ടർ ആയിരുന്നു. And he was really successful in his life. തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ വിജയം നേടിയ ഒരു വ്യക്തി. But you know, at one point of time he stepped down from his position. ഒരു ദിവസം തന്റെ സ്ഥാനത്ത് നിന്ന് താൻ താഴേക്ക് ഒന്ന് ഇറങ്ങി വരുവാനിടയായി. When I heard his testimony when he was speaking through a group to about 350 doctors, I couldn't believe what he said. ഒരു 350 ഡോക്ടർമാരുടെ ഒരു കൂട്ടത്തിൽ താൻ പറഞ്ഞതായ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ താൻ പറഞ്ഞത് എനിക്കൊട്ടും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. Because I was part of the organizer, I went and had a personal conversation with him. അതിന്റെ ഓർഗനൈസേഷന്റെ ഒരു പാർട്ട് ആയിരുന്നതുകൊണ്ട് ഞാൻ കടന്നുപോയി തന്നോട് സംസാരിക്കാൻ And കിട്ടിയായി. he was one of the resource person in that event. ആ മീറ്റിംഗിന്റെ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു താൻ. And he told me, I asked him, why did he step down as the CMD of the group of companies to just a director of one of the companies he was managing? ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ആ വലിയ ഒരു കൂട്ടം കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് നീ ഒരു ചുവട് താഴേക്ക് വെച്ചത്? Do you know why he said that? ഞാൻ ചോദിച്ചത് എന്താണെന്ന് അറിയപ്പോൾ താൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? He said that, you know, my time with the Lord was being compromised because of my busy schedules. താൻ പറഞ്ഞു, എൻ്റെ ജോലി തിരക്ക് മൂലം ദൈവത്തോടുള്ള സമയം ചെലവഴിക്കുവാനുള്ളതായ എൻ്റെ സമയം കുറഞ്ഞു പോയി. You know, his friend who was standing next to him, he made a comment at that time. തന്റെ അടുത്ത് നിന്ന് തന്റെ സ്നേഹിതൻ ആ സമയത്ത് ഒരു കമന്റ് ഇങ്ങനെ പറയുവാനിടയായി. That was a big step in his life. തന്റെ ജീവിതത്തിലെ ഒരു വലിയ ചുവടുവെപ്പായിരുന്നു. He was not going out of that company to another company. ആ കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്ക് താൻ പോയതല്ല. Next day morning when he walks into his office, the guys who saluted him will not salute him that morning. അടുത്ത ദിവസം താൻ തന്റെ ജോലി കടന്നു പോകുമ്പോൾ തലേ ദിവസം തന്നെ സല്യൂട്ട് ചെയ്തവർ അവരെ സല്യൂട്ട് ചെയ്യുവാൻ കാണുകയില്ല. He did that because he said, I need to spend time with the Lord. താൻ അത് ചെയ്യുവാനുള്ള കാര്യമെന്ന് പറയുന്നത് താൻ പറയുന്നത് എനിക്ക് എൻ്റെ ദൈവവുമായി സമയം ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. That is what we got to look into our life. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം നോക്കേണ്ടതായ ഒരു All കാര്യം. of us need expect promotions and better situations in our jobs. നമ്മുടെ ജോലിയിലെ പ്രൊമോഷനും മെച്ചമായ അവസ്ഥകളും ഒക്കെ ലഭിക്കുവാൻ നാം ഒക്കെ നോക്കാറുണ്ട്. But what is the priority in our life? എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രാഥമികമായ മുൻഗണന എന്താണ്? I know of students who took up a job when they were said that they got to be working on a Sunday. They said, I don't want this job. ഞായറാഴ്ച ജോലി ചെയ്യേണ്ടതുകൊണ്ട് ജോലി കിട്ടിയപ്പോൾ എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞ ചില വിദ്യാർത്ഥികളെ എനിക്കറിയാം. And the reason was they want to go to a church on a Sunday morning. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് ഞായറാഴ്ച രാവിലെ എനിക്ക് ജോലിക്ക് സഭായോഗത്തിന് കടന്നു പോകണം. I mean, it is a very personal statement, but yet they say, for me to live a week victoriously in my presence of the Lord, I need a worship which is in a fellowship that I love. അതൊരു വ്യക്തിപരമായ തീരുമാനമായിരിക്കാം. എന്നാൽ അവർ പറഞ്ഞതിന്റെ കാരണം ഒരാഴ്ച വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ എനിക്ക് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കേണ്ടിയിരിക്കുന്നു. That is because they give importance to God than the paycheck that they will get on a weekend. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പേ ചെക്കിനേക്കാൾ അവർ ദൈവത്തിന് മുൻഗണന കൊടുത്തു എന്നുള്ളതാണ്. Because they know if the provider, if the maker is on their side, they will have every blessings in the life for them. കാരണം അവർക്കറിയാം
സൃഷ്ടാവായ ദൈവം, കരുതുന്നവനായ ദൈവം അവരുടെ പക്ഷത്തുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങൾ അവൻ നൽകിക്കൊള്ളും. Having had a tradition of Christianity and living as a believer, some of us think that these are very basic and these are of not much importance in life. ക്രിസ്തീയ പാരമ്പര്യമുള്ളതുകൊണ്ടും ക്രിസ്ത്യാനിയായി ജീവിച്ച പരിചയമുള്ളതുകൊണ്ടും നമ്മിൽ പലരും ചിന്തിക്കും ഇതൊക്കെയും വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്, നാം അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. Let me tell you, personally, we got to be giving priority to our God to see that we don't worry about these things. എന്നാൽ ഞാൻ പറയട്ടെ, വ്യക്തിപരമായിട്ട് നമ്മുടെ ദൈവത്തിന് നാം മുൻഗണന കൊടുക്കുന്നു എങ്കിൽ ഈ കാര്യങ്ങളെ ഓർത്ത് നാം ആകുലപ്പെടേണ്ടി വരികയില്ല. Secondly, we got to be watchful of the lamp of our body. നമ്മുടെ രണ്ടാമത് നാം സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെതായ വെളിച്ചം എന്താണെന്നുള്ളത്. It is what input comes into our life which would adulterate us, which could make us good. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതാണ് നമ്മെ ദുഷിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉളവാക്കുന്നത്. Can I ask another very basic question to you? ഞാൻ നിങ്ങളോട് വളരെ അടിസ്ഥാനപരമായിട്ടൊരു ചോദ്യം ചോദിക്കാം. I mean, not to condemn any of you, when was the last time you read a scripture portion, meditated there and spent your day? എന്നാണ് നിന്റെ ജീവിതത്തിൽ നീ ഒരു ദൈവവചനം വായിച്ച് അതിനെ ധ്യാനിച്ച് നിന്റെ സമയം ചിലവാക്കിയ ഏറ്റവും ഒടുവിലത്തെ സമയം? You know, some of our iPhones they give the weekly screen time to us. നമ്മുടെ ഐഫോൺ എടുത്ത് നോക്കിയാൽ ഒരാഴ്ച എത്ര സ്ക്രീൻ ടൈം ചെലവാക്കിയെന്ന് അത് നോക്കുവാനായിട്ട് കഴിയും. How much time you dwelt on social media, WhatsApp, on others or other things, calls and everything comes on screen time. നിന്റെ സ്ക്രീൻ ടൈം നോക്കുമ്പോൾ എത്ര സമയം നീ സോഷ്യൽ മീഡിയയിലെ വാട്സാപ്പിലും മറ്റുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുകയെന്ന് അവിടെ കാണുവാൻ കഴിയും. You know, it's something like that. If you make an evaluation of your weekly time that you have. അതുപോലെ നിന്റെ ആഴ്ചതോറുമുള്ള സമയത്തെ പറ്റി നീ ഒരു ഇവാലുവേഷൻ നടത്തുന്നുവെങ്കിൽ, I know 8 to 10 hours you got to give to your job. 8-10 മണിക്കൂർ നിനക്ക് ജോലിക്ക് സമയം കൊടുക്കണമെന്ന് എനിക്കറിയാം. You need to give 10 to 12 hours into your studies. നിന്റെ പഠനത്തിൽ 10-12 മണിക്കൂർ നീ ചെലവാക്കണം. But what is it that you give to the Lord who provides and sustains your life? നിന്നാൽ നിന്റെ ജീവിതത്തെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവത്തിന് നീ കൊടുക്കുന്ന സമയം എത്രമാത്രമാണ്? I am not saying that you should give your 1/10 of your time of the day. നിന്റെ ദിവസത്തിന്റെ 10 കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. I cannot prescribe for any one of you. നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും എന്ത് കൊടുക്കണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. But in your relationship with the Lord, what is the kind of input that comes into your inner man to sustain the inner man? എന്നാൽ നിന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്റെ ആന്തരിക മനുഷ്യന് എന്ത് ലഭിച്ചിട്ടാണ് ദൈവസന്നിധിയിൽ അവൻ നിലനിൽക്കുവാൻ കഴിയുന്നത്? It could be a Bible verse that you read in the morning, meditate for 15 minutes, get onto your car, start driving, and I bet you God will continue to speak to you during those driving hours. ഒരുപക്ഷേ രാവിലെ ഒരു വേദഭാഗം വായിച്ച് ധ്യാനിച്ച് നീ നിന്റെ ജോലിയിലേക്ക് ഡ്രൈവ് ചെയ്ത് കടന്നു പോകുമ്പോൾ എനിക്ക് തീർച്ചയായും പറയുവാൻ കഴിയും ദൈവം നിന്നോട് ഒരുപക്ഷെ അതിൽ നിന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. And when God keeps speaking, there is other things which become secondary in your life. ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് മാറിപ്പോകും. When you get to your workplace, you are not thinking how to cut the scheming practices that my supervisor is doing, how to do things against people who are working against me. None of those thoughts. All that you will know is my God has provided my job and he will survive and he will see me through in this situation. നീ അങ്ങനെ ജോലിയിലേക്ക് കടന്നു ചെല്ലുന്നുവെങ്കിൽ നിന്റെ സൂപ്പർവൈസർ നിനക്കെതിരായി സ്കീം ചെയ്യുന്ന കാര്യത്തെ പറ്റി നീ ഭാരപ്പെടുകയോ നിന്റെ സഹപ്രവർത്തകർ നിനക്കെതിരായി പ്രവർത്തിക്കുന്ന കാര്യത്തെപ്പറ്റി ഭാരപ്പെടുകയോ ചെയ്യാതെ നിനക്ക് വേണ്ടി ജോലി നൽകി തന്നവനായ ദൈവം അത് കരുതിക്കൊള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് നീ കടന്നു പോകും. Be watchful of the inputs that come into your life. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ എന്തൊക്കെ ഉള്ളിലേക്ക് കടന്നു പോകുന്നുള്ള കാര്യത്തെ പറ്റി നീ സൂക്ഷ്മതയുള്ളവനായിരിക്കണം. Informations that get into your mind. നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതായ ഇൻഫർമേഷൻ about people, about fellowship, about everything. Be watchful of the information into your life. മറ്റുള്ള വ്യക്തികളെ പറ്റി, കൂട്ടായ്മയെ പറ്റി, മറ്റെല്ലാ കാര്യങ്ങളെ പറ്റി നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായ ഇൻഫർമേഷൻസിനെ പറ്റി നീ സൂക്ഷ്മതയുള്ളവനായിരിക്കണം. I mean, say that you talk in a week for about 5 hours on your phone. നിന്റെ ഫോണില് ഒരാഴ്ചയില് 5 മണിക്കൂർ സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. I mean, try doing, I would just suggest that you do an exercise for yourself. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തന്നെ ചെയ്യുവാനായി ഒരു എക്സർസൈസ് ഞാൻ പറയുകയാണ്. 5 hours in a week you use your phone.
5 മണിക്കൂർ ഒരു പക്ഷേ നിങ്ങളുടെ ഒരാഴ്ചയിൽ ഫോൺ I ഉപയോഗിക്കുന്നു. know there are some people who just call up, ask how are you, and they drop the call. എനിക്കറിയാം ചിലർ പെട്ടെന്ന് വിളിച്ച് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ച് പെട്ടെന്ന് ഫോൺ വെക്കും. But there are people who speak long. എന്നാൽ ദീർഘസമയം സംസാരിക്കുന്നവരുമുണ്ട്. Put all of them together, 5 hours you speak on a phone in a week. അതെല്ലാം കൂട്ടിച്ചേർത്ത് പറയാണ് ഒരാഴ്ചയിൽ 5 മണിക്കൂർ സംസാരിക്കുന്നത്. Can you categorize the kind of conversation that you had in this 5 hours? നിങ്ങൾക്ക് ഈ 5 മണിക്കൂർ നിങ്ങൾ സംസാരിച്ച വിഷയങ്ങൾ എന്താണെന്ന് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയുമോ? How much of it is gossip? അതിൽ എത്രമാത്രം ഗോസിപ്പ് ഉണ്ടായിരുന്നു? How much of time that you spend to encourage and bless others? എത്രമാത്രം സമയം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാനും അനുഗ്രഹിക്കുവാനും ഉപയോഗിച്ചു? How much of it was putting bait to others to get more information from them? മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ ഇൻഫർമേഷൻ നേടിയെടുക്കുവാനായിട്ട് എത്ര പ്രാവശ്യം കുടുക്കുവഴികൾ ഉപയോഗിച്ചു? I want to tell you, all of them builds up your inner man's health. എന്നാൽ ഞാൻ പറയാം അതൊക്കെയും നിന്റെ ആന്തരിക മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. Third thing, lay up your treasure at the right place. മൂന്നാമത്തേത് നിന്റെ നിക്ഷേപം വെക്കേണ്ട ഇടത്ത് വെക്കണം. I mean, when you are accumulating treasure at a place, you are very cautious about it. നീ എവിടെ നിക്ഷേപം സൂക്ഷിച്ചു വെക്കുന്നു നീ അതേപ്പറ്റി വളരെ സൂക്ഷ്മതയുള്ളവനായിരിക്കും. If I recommend to you a bank or a financial institution where you need to take a loan or to open a bank account, ഞാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ലോൺ എടുക്കുവാനോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുവാനോ ഒരു ബാങ്കിനെ പറ്റി പറഞ്ഞു തരുമ്പോൾ, I mean, because your pastor is telling, still you will go and do all the Google possible, read all the reviews about it, how secure my money would be. നിങ്ങളുടെ പാസ്റ്ററാണ് പറഞ്ഞു തരുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിനെപ്പറ്റി കടന്നുപോയി അന്വേഷിച്ച് ഗൂഗിൾ ചെയ്ത് റിവ്യൂസ് ഒക്കെ നോക്കി നിങ്ങളുടെ പണം എത്ര സുരക്ഷിതമായിരിക്കും എന്ന് നോക്കും. Not because you don't trust me, നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് കൊണ്ടല്ല, but because you want to ensure your possession, your resources are secure in that place. എന്നാൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങളുടെ സ്വത്തുകൾ അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് നിങ്ങൾ ഉറപ്പാക്കുകയാണ്. I am pointing to you to an eternal destination where you won't know how much has been entered into the books, but your reward is for sure there. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു നിത്യമായ നിക്ഷേപത്തെ പറ്റിയാണ്. അവിടെ എത്രമാത്രം നിങ്ങൾക്ക് വേണ്ടി ഉറപ്പോടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കും. Matthew 19:21 says like this. മത്തായി സുവിശേഷം 19:21 വാക്യം ഇങ്ങനെ പറയുന്നു. Jesus said to them, if you want to be complete, go and sell your possession, give to the poor, you will have treasures in heaven, come and follow me. Matthew 19:21. യേശു അവനോട് സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. You know, Jesus is telling that you have been given resources for a reason. യേശു പറയുന്നത് നിനക്ക് നിക്ഷേപങ്ങൾ തന്നിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. If you understand the reason why you have those resources with you, നിനക്ക് ഈ സ്വത്തൊക്കെ നൽകി തന്നതിന്റെ കാരണം എന്തെന്ന് നീ മനസ്സിലാക്കുന്നുവെങ്കിൽ, it is not because you are better off than others, അത് നീ മറ്റുള്ളവരെക്കാൾ നല്ലവനായതുകൊണ്ടല്ല, but you have been given to bless others. എന്നാൽ നിനക്കത് തന്നത് നീ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനാണ്. And if you are not doing that, you are not accumulating treasure in the place which is secure for you. എന്നാൽ നീ അപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ സമ്പത്ത് സുരക്ഷിതമായ ഒരു സ്ഥലത്തല്ല നീ നിക്ഷേപിക്കുന്നത്. You know, we need not be rich to bless others. നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ നാം ധനവാനാകേണ്ട കാര്യമില്ല. I mean, I was also thinking that we need to have sufficient surplus resource to be blessing others. ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ആവശ്യത്തിലധികം സ്വത്ത് എനിക്ക് ഉണ്ടാകുമ്പോഴാണ് ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത്. But in the last 5 years when I was ministering in a semi-urban area, I understood you need not be rich to bless others. എന്നാൽ 5 വർഷക്കാലം ഒരു സെമി അർബൻ ഏരിയയിൽ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് സ്വത്തുണ്ടാകേണ്ട കാര്യമില്ല മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ. I have seen scores of people with torn clothes. They are donating money for others to be blessed by them. ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം വസ്ത്രങ്ങൾ പോലും പിഞ്ചിക്കേറിയ വസ്ത്രം ധരിക്കുന്നതോട് മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ അവരുടെ നന്മയ്ക്കായിട്ട് പണം കൊടുക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. I mean, by blessing others, you are recognizing I am a steward that God has appointed. മറ്റുള്ളവരെ നീ അനുഗ്രഹിക്കുമ്പോൾ നീ അംഗീകരിക്കുന്ന നീ മനസ്സിലാക്കുന്ന കാര്യം അവർക്ക് വേണ്ടി ഒരു ഗ്രഹവിചാരകത്വത്തിന്റെ ജോലിയാണ് ദൈവം നിന്നെ. And as I partake and I bless others, I am being blessed by the giver for more to be in control. ഞാൻ അപ്രകാരം മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ
നൽകി തരുന്നവൻ എന്നെ അധികമായി അനുഗ്രഹിച്ച് ഞാൻ കൂടുതലായി നൽകി കൊടുക്കുവാൻ അവനോട് പറയുന്നു. Can I very humbly bring a challenge here and end my word here? ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ വിനയത്തോടുകൂടി ഒരു വെല്ലുവിളി കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കാം. We have so many missionaries that we support in India. ഇന്ത്യയിൽ നാം സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം മിഷണറിമാരുണ്ട്. I know for sure some of them are struggling in these pandemic seasons. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ അവരിൽ അനേകരും വളരെയധികം പ്രയാസത്തോടെ കടന്നു പോകുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. Can we as individuals think of blessing them more than praying for them? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അധികമായിട്ട് വ്യക്തിപരമായിട്ട് അവരെ അനുഗ്രഹിക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. Our church, we have been bringing this challenge that we share about $50 a month to be blessing them. അവരെ അനുഗ്രഹിക്കുവാനായി $50 കൊടുക്കുന്ന കാര്യത്തെ പറ്റിയുള്ളതായ അവസ്ഥ നമ്മുടെ സഭയിൽ പറയാറുണ്ട്. Which is really nothing much for any one of us. നമ്മെ ആരെ പറ്റി സംബന്ധിച്ച് നോക്കിയാൽ അത് വളരെയധികം വലിയ തുകയൊന്നുമല്ല. And when this money reaches there, എന്നാൽ ഈ ധനം അവരുടെ അടുത്തെത്തുമ്പോൾ here we have not been able to come together to worship. ഇവിടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാനായി കടന്നു വരുവാൻ കഴിയുന്നില്ല. There also they are not coming together for worship. എന്നാൽ അവിടെയും അവർക്ക് ആരാധനയ്ക്ക് ഒരുമിച്ച് കടന്നു വരുന്നതിന് But പരിമിതികളുണ്ട്. we have regions of ministry where there has been 600 baptism, new believers baptizing, joining the church at different places, even during pandemic season. എന്നാൽ ഈ മഹാമാരിയുടെ കാലത്ത് പോലും 600-ലധികം പേര് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്ന അനുഭവങ്ങൾ ഈ പല സ്ഥലങ്ങളിലുമുണ്ട്. That is because there are people who are sacrificially blessing others to see that frontline workers. There are pastors, missionaries going and ministering to them individually and over phone and bringing them to the Lord. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി വ്യക്തിപരമായും ഫോണിലും കൂടി സംസാരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ മിഷണറിമാരെ ത്യാഗപൂർണമായി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ഇന്നും ഉള്ളത് കൊണ്ടാണത്. I couldn't believe that one region where we are supporting 600 people got baptized during the pandemic season from other faith. നാം സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു റീജിയണില് 600-ലധികം പേര് ഈ അടുത്ത സമയത്ത് ദൈവസന്നിധിയിലേക്ക് സ്നാനപ്പെട്ട് കടന്നു വന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. Can I tell you a biblical fact as I end myself? ഞാനിവിടെ ഒരു വേദപുസ്തകത്തിലെ ഒരു കാര്യം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. When they get to heaven, അവർ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ these 600 believers when they reach heaven, 600 വിശ്വാസികൾ ദൈവസന്നിധിയിൽ ചെന്ന് the rightful just God sitting on the white throne, വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്ന നീതിമാനായ ദൈവം, when he dispenses the rewards for that, അവർക്ക് അതിനുവേണ്ടി ദൈവം പ്രതിഫലം വിഭജിച്ചു കൊടുക്കുമ്പോൾ we will have our share, my dear brothers and sisters. പ്രിയ സഹോദര സഹോദരി, നമുക്കും അതിൻ്റെതായ ഭാഗമുണ്ടായിരിക്കും. Some of those believers will come and tap your back and they will tell you, because you sent a missionary, you sent $50 to this missionary, he came and shared the gospel and we are today in the kingdom of God. ആ വിശ്വാസികളിൽ ചിലരെങ്കിലും കടന്നു വന്ന് നമ്മോട് പറയും, നീ ഒരു മിഷണറി അയച്ചുകൊണ്ട് നീ ഒരാളിന് $50 കൊടുത്തത് കൊണ്ടാണ് അവർ സുവിശേഷം അറിയിച്ച് ഞങ്ങൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാനിടയായി. Can we trust in the providence of God? ദൈവത്തിന്റെ കരുതലുകളിൽ നമുക്ക് ആശ്രയിപ്പാൻ കഴിയും. Can we make change our paradigms in our lives? നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാൻ Can we make God a priority in our life? ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ മുൻഗണനയാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. He becomes the priority of our life. അവൻ നമ്മുടെ ജീവിതത്തിൽ മുൻഗണനയായി കഴിയുമ്പോൾ we are very sure what may in my life, God is in control of things. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സകലവും നിയന്ത്രിക്കുന്നത് ദൈവമായിരിക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകും. And that would be a blessing for each one of us. അത് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി മാറും. Shall we close our eyes and look to the Lord? നമുക്ക് കണ്ണുകളെ അടച്ച്